ഹലോ മച്ചാമാരെ, ലുട്ടാപ്പി വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്നുള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് കൊല്ലൂർ മൂകാംബിക ടെമ്പിളിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ പോകുന്നത് KSRTC മിന്നലിലാണ്. കോഴിക്കോട് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള മിന്നലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നത് ട്രെയിനാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള യാത്ര നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ എങ്ങനെ പോവാം, ഏതൊക്കെ രീതിയിൽ പോകാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ലാസ്റ്റ് വരെ എല്ലാവരും കാണുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബസ് ഇപ്പോൾ വരുന്ന ബസ്സിന് വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ ബസ് ഞങ്ങൾക്ക് സമയം പറഞ്ഞത് 11 മണിക്ക് കോഴിക്കോട് എത്തുന്നതാണ്. അപ്പോൾ 8:30 മണിക്ക് കോഴിക്കോട് എത്തുന്ന കോഴിക്കോട് നിന്ന് മൂകാംബിക പോണ ബസ്സുണ്ട്. 11 മണിക്ക് മൂകാംബിക പോണ ബസ്സുണ്ട്. അതേമാതിരി പുലച്ചക്ക് 1:30 അങ്ങനെ 3 ബസ്സാണുള്ളത്. നോർമൽ സീറ്റ് വരുന്ന KSRTC. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് 11 മണിന്റെ 11 മണിക്ക് പോയാൽ 6:30 അടുത്തും. 8:30 പോയി കഴിഞ്ഞാൽ ഒരു പുലച്ചക്ക് 5 മണി ആകുമ്പോഴത്തേക്കും മൂകാംബിക എത്തും. അപ്പോൾ ബസ്സാകുമ്പോൾ എന്തായാലും വേറെ യാത്രയാണ്. നേരെ ബസ് ഇറങ്ങിയാൽ നേരെ അമ്പലത്തിനടുത്തെത്തും. പിന്നെ വാക്കിംഗ് ഡിസ്റ്റൻസ് അമ്പലത്തിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന്, കൊല്ലൂർ സ്റ്റാൻഡിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് അമ്പലത്തിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ വേറെ വണ്ടി നോക്കണ്ട. ട്രെയിൻ ആകുമ്പോൾ നമ്മൾ അവിടെ പോയി ഇറങ്ങി വേറെ വണ്ടി വിളിച്ച് ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ കയറി പിന്നെയും നമ്മൾ മൂകാംബികയിൽ കൊണ്ടുവരും. അപ്പോൾ ബസ് വരുന്നവരെ കാണാം. അപ്പോൾ ബസ് വരാൻ സമയമായിട്ടില്ല, ഇനിയുണ്ട് അരമണിക്കൂർ ബസ്. അപ്പോൾ കോഴിക്കോട് KSRTCയിൽ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥാനത്തും ഓരോ തൂണിന്റെ മുകളിൽ ഇതേമാതിരി ഒരു നമ്പർ കാണാം. ഇത് തൊട്ടിൽപ്പാലം കുറ്റ്യാടി, അപ്പുറത്ത് 17, 18, 16. അതേമാതിരി നമ്മുടെ സ്ഥലം, നമുക്ക് പോകാനുള്ള ബസ് നിർത്തുന്ന സ്ഥലം നമുക്ക് ആദ്യം കണ്ടെത്തണം. ബസ് എവിടെയാ നിർത്താൻ നോക്കണം. 15 വരുന്നത് കണ്ണൂരാണ്. അതേമാതിരി ഓരോരോ തൂണിന്റെ മുകളിൽ ഓരോ സ്ഥലം പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പോയി നോക്കാം. 11ാമത്തെ തൂണിൽ വരുന്നത് സുൽത്താൻ ബത്തേരി മേപ്പാടിയാണ്. 10 വരുന്നത് പനമരം മാനന്തവാടി. 9 വരുന്നത് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളിയാണ്. അതേമാതിരി ഇങ്ങനെ ഓരോരോ തൂണിന്റെ മുകളിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ AC വെയിറ്റിംഗ് ഏരിയയിൽ യൂസ് ചെയ്യാം. വിശ്രമം അതിന് ഡീറ്റെയിലാണ് വരുന്നത്. പിന്നെ അവര് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പിന്നെ ഓരോ പോയിന്റിലും കൃത്യം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചായ സ്നാക്സും എന്തൊക്കെയാ വേണ്ട വെച്ചാൽ അവിടെ ഉണ്ട്. പിന്നെ റിസർവേഷൻ ഏരിയ, അതേമാതിരി നമുക്ക് എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ളൊരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. അന്വേഷണം നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 13, 14, 15ലേക്കാണ് നോൺ AC ആണ് മിന്നലൊക്കെ വരിക. അപ്പൊ അവിടേക്ക് പോകണം. നമ്മളിപ്പോ നിൽക്കുന്ന 5ലാണ്. 5 ഇവിടെ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ബസ് ഏതൊക്കെ ട്രാക്കിൽ വരും, ട്രാക്ക് അതേമാതിരി സമയം എങ്ങോട്ടാണെന്നുള്ള കൃത്യത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതേമാതിരി ഒരു 3-4 ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. എൻക്വയറി ചോദിക്കാണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഫുൾ ടൈം ഇവിടെ ടീ ഷോപ്പ് ഇവിടെ അവൈലബിൾ ആണ്. കൊല്ലൂർക്ക് പോകാനുള്ള വണ്ടിനാണ്. കൊല്ലൂർ മൂകാംബിക ഇതിലേക്ക് ഷിഫ്റ്റാ വരേണ്ടത്. ഷിഫ്റ്റ് കംപ്ലൈന്റ് ആയപ്പോ വണ്ടി മാറി വന്നതാണ്. 8:30 കോഴിക്കോട് നിൽക്കുന്ന വണ്ടിയാണ്. ഇത് ലേറ്റ് ആയിട്ടാണ് ഇപ്പോ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് വരേണ്ട ബസ് ഞാൻ എടുക്കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ബസ് ലേറ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം ഈ ബസ് ലേറ്റ് ആയി വന്നുകൊണ്ട് ആ ബസ് ലേറ്റ് ആയിട്ടേക്ക് വരിക. അപ്പോ ബസ് വരുന്നുള്ളൂ എന്നാ പറയുന്നത്. ഇതേപോലെ നമുക്ക് ഡിസ്പ്ലേയിൽ അവിടെ കാണാം നമ്മുടെ വരുന്ന വണ്ടി സ്ഥലം കൊല്ലൂർ കോഴിക്കോട് നിന്നും. അതേമാതിരി എത്ര മണിക്കാണെന്നും ചിലപ്പോൾ ട്രാക്കും കാണിക്കും. ഇതിൽ ട്രാക്ക് കാണിക്കുന്നില്ല, പക്ഷേ നോർമൽ എല്ലാം കാണിക്കും. കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അരമണിക്കൂർ ലേറ്റ് ആയിട്ടായാലും നമ്മളെ മിന്നൽ ഇതാ വന്നോണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് കൊല്ലൂർ മൂകാംബിക മിന്നൽ. ഏതാ ചെക്കൻ പോണേ? ബ്ലോസ് അതാ വരുന്നേ. ഏതാ ചെക്കൻ ട്രാക്കിലേക്ക് കയറണേ? സീറ്റ് പൈസ കൊടുത്ത് ബുക്ക് ചെയ്താ മോളെ. പാലക്കാട് മൂകാംബിക ATC 91.
ഇതാണ് നമ്മുടെ ബസ്. ഇതാണ് നമ്മുടെ ബസ്. പുഷ് ബാക്കാണ്. ചാർജിംഗ് പോയിന്റ് ഉണ്ട്. എടുക്ക്. നമ്മുടെ ബസ് ഇതാ ഓൾമോസ്റ്റ് ആൾക്കാർ ഫില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പിൽ കാസർഗോഡ് നമ്മുടെ ഭാഗത്തേക്കുള്ള ടിക്കറ്റിലും ഇവിടുന്ന് ആൾക്കാരെ ഫില്ല് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. സീറ്റിലിരുന്ന് ശീലമില്ലാത്തത് കൊണ്ടും പിന്നെ സീറ്റിലിരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ നേരെ കയറി ഫ്രണ്ടിൽ ഡ്രൈവറുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ യാത്ര നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങിയതാ CH ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് CHൻ്റെ സൈഡിൽ കൂടെ കണ്ണൂർ റോഡിലേക്ക് കയറാണ്. ബസ് 11 മണിക്കാണെങ്കിലും ബസ് കോഴിക്കോട് എത്താൻ ഒരു 11:30 എന്തായാലും ആവും. കാരണം 8 മണിക്ക് പാലക്കാട് നിന്ന് എടുക്കുന്നതാണ്. ആളെ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും ലേറ്റ് ആവും എന്ന് പറഞ്ഞ്. സാധാരണ എന്തായാലും 11:30 ഒക്കെ ആവാറുണ്ട് കോഴിക്കോട് എത്താമെന്നാണ് ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ കണ്ടക്ടർ എന്ന് പറയുന്നത് മോഹൻദാസ് സാറാണ്. അതേമാതിരി നമ്മുടെ ഡ്രൈവർ സാരഥി നമ്മളത് പൊന്നു സാറാണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയാണ് നമ്മുടെ മിന്നൽ ഇന്ന് നയിക്കുന്നത്, ഞങ്ങൾ പോകുന്ന യാത്ര നയിക്കുന്നത്. നമ്മളെ വണ്ടി പിന്നെ കോഴിക്കോട് നിന്ന് എടുത്തു കഴിഞ്ഞാൽ വടകര അങ്ങനെ വീടിയും തലശ്ശേരിയൊന്നും സ്റ്റോപ്പില്ല, നേരെ കണ്ണൂരാണ്. കണ്ണൂർ കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, അതാണ് നമ്മൾ കേരളത്തിലാകെ സ്റ്റോപ്പുള്ളൂ. വണ്ടി എടുക്കുന്നത് പാലക്കാട് നിന്ന് എടുക്കുന്ന സ്റ്റാർട്ടിങ് സ്റ്റോപ്പ് വരുന്നത് പാലക്കാട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, പിന്നെ നേരെ കോഴിക്കോടാണ്. അപ്പോൾ മറ്റേ ഏറ്റവും കുറഞ്ഞ സ്റ്റോപ്പുകൾ മാത്രമേ മിന്നലിനുള്ളൂ, എല്ലാത്ത സ്ഥലങ്ങളും നിർത്താൻ പാടില്ല എന്നാണ്. കോഴിക്കോട് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് യാത്ര സുഖമാണെങ്കിൽ ഒന്ന് പയ്യോളി വടകരയിൽ കഴിയണം. കാരണം റോഡ് ഭയങ്കര അബദ്ധമാണ്. ഹൈവേൻ്റെ പണി മുഴുവൻ കഴിയാത്തത് കൊണ്ടും റോഡ് ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ടും റോഡ് ഭയങ്കര സീനാണ്. ഹൈവേൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ പറന്ന് പോരൊന്നും അറിയില്ല, കടന്ന സുഖത്തിൽ ഉറങ്ങിയുണ്ട് പോവാം. നമ്മൾ കൊല്ലൂർ എത്താനുള്ള സമയം 6:30 മണിയാണ് രാവിലെ. അത് എത്താൻ ചാൻസ് കുറച്ച് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം റോഡ് മഴ ഇല്ലെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് എത്തും, മഴ ഉണ്ടെങ്കിൽ ഒന്ന് ലേറ്റ് ആവും എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം മഴ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്താ പാടെന്നൊക്കെ നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് സമയം ഇപ്പം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം പോയി കിടന്നിട്ട് മോർണിംഗ് വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാനൊന്ന് പോയി കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും കേരള ബോർഡറും കഴിഞ്ഞ് ഉടുപ്പിയും കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫോറസ്റ്റ് ഏരിയ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഏകദേശം 1 അരമണിക്കൂറിൻ്റെ ഓട്ടേ നമുക്കുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് ഈ റോഡ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല റോഡ്, കുറച്ച് മോശം റോഡ്, കുറച്ച് നല്ല റോഡ്, കുറച്ച് മോശം റോഡ് എന്നുള്ള രീതിയിലാണ് റോഡ് മൊത്തം കിടക്കുന്നത്. അപ്പോൾ കാറൊക്കെ എടുത്ത് വരുന്നത് നൈറ്റാണ് വരുന്നത്, ശ്രദ്ധിക്കുക. നൈറ്റ് ചെറുതായിട്ട് നല്ല മഴ ഉള്ളത് കൊണ്ട് തന്നെ യാത്ര നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടില്ല, ഒരു 1/2 മണിക്കൂറോളം ലേറ്റാണ് വണ്ടി. എന്നാലും മാക്സിമം കിട്ടാൻ പാകത്തിന് പിടിക്കുന്നുണ്ട്. നല്ല കാഴ്ചകൾ കാണാം നേരം വെളുക്കുമ്പോൾ. ഈ സമയത്ത് ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഗ്രാമപ്രദേശങ്ങളും നമ്മളെ സിറ്റിനുള്ളിൽ ജീവിക്കുന്ന നമുക്ക് ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റും. പിന്നെ റോഡ് നിറച്ച് നായ്ക്കളാണ്. നായ്ക്കളെ കൊണ്ട് പശുക്കളെ കൊണ്ട് ഒരു ഇതുമില്ല. പിന്നെ ഒരുപാട് മരങ്ങൾ വീണ് കിടക്കുന്നത്, ആന തല്ലിട്ടാണോ എന്താണെന്നല്ല, ഒരുപാട് മരങ്ങൾ റോട്ടിൽ വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഡ്രൈവർ മാരകമായിട്ട് വണ്ടി വിടുന്നത്. നമ്മൾ കവാടത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇക്ക നേരെ കാണുന്നതാണ് കൊല്ലൂർ മൂകാംബികയുടെ കവാടം. ഇതാണ് മൂകാംബിക എത്താനായി എന്നുള്ള എല്ലാവരും പ്രതീക്ഷ. എല്ലാവരും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നിർത്തുന്നതാണ്. ബസ് നിർത്തില്ല, സ്വന്തം വണ്ടി എത്തിയാണ് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാം. ഇത് കഴിഞ്ഞ പാടന്നെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അമ്പലമാരി കാണാം. പെട്ടെന്ന് രാവിലത്തെ അതിൽ എടുക്കാൻ കാണിച്ചില്ല, പക്ഷെ അവിടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ കുട്ടികൾക്ക് വേണ്ടിയുള്ള തൊട്ടിൽ കിട്ടുന്ന അങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. നിങ്ങൾ പ്രൈവറ്റ് ബസ്സൊക്കെ വരികയാണെങ്കിൽ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് ഒരു 200 മീറ്റർ 300 മീറ്ററോളം നടന്നു പോകണം. KSRTC ആവുന്ന സമയത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അമ്പലത്തിൻ്റെ അടുത്ത് വരെത്തും. കുറച്ചുകൂടെ ഈ റൈറ്റ് തിരിഞ്ഞ് നേരെ കാണുന്നത് അമ്പലമാണ്. ഇവിടുത്തെ ദേവസ്ഥൻ്റെ, കർണാടക ദേവസ്ഥൻ്റെ ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ലളിതാംബിക ഗസ്റ്റ് ഹൗസിലേക്കാണ് നമ്മുടെ KSRTC പോകുന്നത്. അവിടെയാണ് നമ്മൾ KSRTC ആളുള്ളത്. കേരള ബസ്സിന്
ആൾട്ടുള്ളത്. KSRTCക്ക് പ്രൈവറ്റ് അല്ല, ഗവൺമെൻറ് ബസ്സിന് ആൾട്ടുള്ളത്. ചില അവിടെ നിന്ന് നമുക്കൊരു 50 മീറ്റർ 100 മീറ്റർ വെച്ച് അമ്പലത്തിലെത്തും. അമ്പലം ഇപ്പോൾ കാണിച്ചു തരാം. ഈ ടേണിങ് കഴിഞ്ഞാൽ നമുക്ക് അമ്പലം കാണാം. അമ്പലം കഴിഞ്ഞിട്ടാണ് ബസ് നിർത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റൂം നോക്കി നിൽക്കാം. ഈ ബസ് നിർത്തുന്ന സ്ഥലത്ത് തന്നെ ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെ തന്നെ റൂമുണ്ട്. അത് വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. കർണാടക ദേവസ്വം ബുക്കിംഗ് എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റൈറ്റ് സൈഡിലേക്ക് കാണുന്നൊരു ഓട്ടോ നിർത്തിയിട്ടുണ്ടല്ലേ, അവിടെയായിരുന്നു പണ്ട് മറ്റേ കൊടിജാത്രയ്ക്കുള്ള ജീപ്പിൻ്റെ ലൈന്. ഈ റൈറ്റ് സൈഡ് ഓട്ടോ കാണില്ലേ, ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇതിപ്പം മാറ്റിയിട്ട് ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്ത് ഈ ബസ്സൊക്കെ പോയി ഇറങ്ങുന്ന അവിടെയാണ് ഇപ്പോൾ ജീപ്പിൻ്റെ സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട്. അവിടേക്ക് പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ ആയിരുന്നു ആദ്യം. അതാകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ജീപ്പ് വിളിച്ച് പോകാനും. അതിപ്പോൾ ഓട്ടോ സ്റ്റാൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഈ നേരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ മരം കാണാം. ആ മരത്തിന് നേരെ ബാക്കിലായിട്ട് നമ്മൾ അമ്പലം വരുന്നത്. മെയിൻ എൻട്രൻസ് അപ്പുറത്താണ്. എല്ലാവരും വന്ന രീതിയിലാണ് കയറുക. ആ നേരെ കാണുന്ന ആ ഗേറ്റ് ഉണ്ടാവും, നോ എൻട്രി എന്നുള്ള, അതാണ് അമ്പലത്തിലേക്കുള്ള വഴി. അമ്പലത്തിൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ബാക്ക് സൈഡിലേക്കാണ് അമ്പലം വരുന്നത്. പിന്നെ ബസ് സ്റ്റാൻഡ് മുതൽ ഇത്തല വരെ നമുക്ക് റൂമുകൾ അവൈലബിൾ ആണ്. ചീപ്പായിട്ട് 300 മുതൽ 1000, 1200, 2000, 2500 അങ്ങനെ ഹൈ ക്ലാസ് റൂം വരെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് വെറും 800 രൂപക്കാണ്. ഞങ്ങൾക്ക് ഒരു 26 മണിക്കൂറോളം 24 മണിക്കൂറിന് 800 രൂപ എന്നുള്ള ലെവലിൽ നമുക്ക് രണ്ടാൾക്കും നിൽക്കാൻ പറ്റിയിട്ടുണ്ട് 800 രൂപയിൽ. ഞങ്ങൾ 6:30 വണ്ടി 7 മണിക്ക് എത്തി. റൂം എടുത്ത് 8 മണി 10 മണി വരെ, 8 മണിക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് അടുത്ത ദിവസം 10 മണിക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത്. അപ്പോൾ 26 മണിക്കൂറോളം ഞങ്ങൾ വന്നിട്ട് ഒരു 800 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ റൂമിൻ്റെ വിശേഷങ്ങളും ബാക്കി അമ്പലത്തിൽ തൊഴുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ കുടജാത്രി പോകുന്നതും തിരിച്ചു വരുന്നതും മറ്റൊരു വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അടുത്ത പാർട്ട് വരുന്നത് കാത്തിരിക്കുക. അപ്പോൾ ഇതാണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് നമ്മൾ KSRTC ആൾട്ട് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ കോഴിക്കോട് KSRTCയിൽ പോകുന്ന കണ്ട ബസ്സാണത് ആ കാണുന്നത്. അപ്പോൾ അത് നമ്മളാണ് മുന്നേ എത്തിയിട്ടുണ്ട്. അത് തൊട്ട് മുന്നേ എത്തിയിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ മുന്നേ അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ആ ബസ് ഒരു 2 മണിക്കൂർ മുന്നേ പോകേണ്ടതാണ്. പക്ഷേ എല്ലാ ദിവസവും ഈ ബസ്സിൻ്റെ ഒപ്പരം അല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ ബാക്കിലായിട്ടാണ് ഉണ്ടാവാറ്. ഡ്രൈവർ ചേട്ടന് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ യാത്ര തിരിച്ചു. അപ്പോൾ അമ്പലത്തിലേക്ക് വരുന്ന വിശേഷങ്ങളും കുടയാത്ര പോകുന്ന കാര്യങ്ങളും മറ്റു വീഡിയോയിൽ വരുന്നതാണ്. കാത്തിരിക്കുക.